നമസ്തേ ഫ്രണ്ട്സ്, ഗുരുജിയാണ്. ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മൈ ഇൻട്രാഡേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇന്നലെ നടന്ന എല്ലാ മാർക്കറ്റിൻ്റെ മൂവിനും എല്ലാ ക്രെഡിറ്റും മാർക്കറ്റിന് തന്നെയാണ്. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. യാതൊരു കാരണവശാലും അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് പക്ഷേ 2-3 കാര്യങ്ങൾ, ഈ 19,645 വാച്ച് ചെയ്യുക, അവിടെ ഒരു സപ്ലൈ സോണാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ചാർട്ടിൽ പോയിട്ട് ഇവിടെ എന്താണ് പ്രക്രിയ നടന്നത് എന്നുള്ളത് വിലയിരുത്തുക. നിങ്ങൾ തന്നെ അതായത് ഇന്നലെ നടന്നതിനെ റിപ്പോർട്ട് എടുത്ത് നിങ്ങളിതിനെ എഴുതി വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് വൺ ഓഫ് ദ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് വൈകിട്ട് വന്നതിന് ശേഷം എന്താണ് പഠിച്ചത്, അതെങ്ങനെയാണ് പഠിപ്പിച്ചത്, അതിൽ മനസ്സിലായെങ്കിൽ അത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലെവല് 19,645 നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി ഇന്നലെ. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഈ ലെവല്, അതായത് എത്രയാണ് 45,355 അല്ലെങ്കിൽ 390, ഈ ലെവല് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വട്ടമിട്ടൊക്കെ ഈ ലെവലിൽ മാർക്കറ്റ് തിരിച്ച് വിസിറ്റ് ചെയ്യും. എന്നിട്ട് ഒരു AB പൂവർ ഹൈൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ തന്നെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് മാർക്കറ്റ് പ്രൊഫൈൽ തരുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലോ ഒരു ഇൻഡിക്കേറ്ററിലോ ഒരു ന്യൂസിലോ ഒരു FII-DII ഡേറ്റയിലോ എവിടെയും ഇതൊന്നും കിട്ടത്തില്ല. ഇത് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൽ മാത്രം കിട്ടുന്ന ഒരു പ്രക്രിയയാണ്. എന്നാലും നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് കുറേ ദിവസം കൊണ്ട് ഈ ലെവൽ മാർക്കറ്റ് തിരിച്ചു വരും, ഈ ലെവൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ നടന്നതെല്ലാം അത് മാർക്കറ്റ് അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. സോ എല്ലാ ക്രെഡിറ്റും ബാങ്ക് നിഫ്റ്റിക്കും തന്നെയാണ്. പെട്ടെന്ന് തന്നെ നോക്കാം ഇന്ന് എന്താണ് മാർക്കറ്റ് പറഞ്ഞു വരുന്നത്. ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ ഇതിനെ നമ്മൾ എന്താ പറയുക വെച്ചാൽ POC എന്ന് പറയും, പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് പ്രതിനിധീകരിക്കുന്നത് ഒരു ദിവസത്തെ ഒരു വിൽക്കൽ വാങ്ങലുണ്ടല്ലോ, അതായത് ബൈ ആൻഡ് സെല്ലിൽ ഏറ്റവും കൂടുതൽ, അതായത് 75% കൂടുതൽ അല്ലെങ്കിൽ 80% ആൾക്കാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രൈസിനെയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അതാണ് ഈ പ്രൈസിൽ പറ്റി. ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ 19,660 മുതൽ 19,650, ഈ 10 പോയിന്റിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രൈസ്. അതുകൊണ്ടാണ് ഈ പ്രൈസിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇങ്ങനെ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ. പക്ഷേ ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് മുകളിലോട്ട് മൈഗ്രേറ്റ് ആകണം, അല്ലെങ്കിൽ താഴോട്ട് വരുന്നതനുസരിച്ച് താഴോട്ട് മൈഗ്രേറ്റ് ആകണം. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ ഇതിന് വിളിക്കുന്നത് നോൺ മൈഗ്രേഷൻ POC എന്നാണ്. അപ്പോൾ നോൺ മൈഗ്രേഷൻ POC ആണ്. നമ്മൾ എന്താണ് മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഈ പ്രൈസിലൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു വാങ്ങിക്കാനോ വിൽക്കാനോ. ഇവിടെ എന്തോ നടന്നതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്നുള്ളതല്ലാതെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഈ പ്രൈസിന് മുകളിൽ വാങ്ങിക്കാനോ വിൽക്കാനോ. 19,660 ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഈ നോൺ മൈഗ്രേഷൻ POC എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ഒരു ന്യൂസ് ബേസ്ഡ് ആയിരുന്നു. ഇന്നലത്തെ HDFCയുടെ എങ്ങാണ്ടോ ന്യൂസ് ഇടയ്ക്ക് വന്നു, HDFC ബാങ്കിൻ്റെ റിസൾട്ടോ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായി? ഇത് നമുക്ക് ഈ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിൽ ഇവിടെ ഒരു അനോമാലി ഉണ്ട്, ഇതൊക്കെ മാർക്കറ്റ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിഫ്റ്റി ഇനി മുകളിലോട്ട് പോവില്ല എന്നല്ല പറയുന്നത്. എന്തായാലും നിഫ്റ്റി കുറച്ച് ഏരിയാസ് ഇനി വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 19,519 ഈ സോൺ നിഫ്റ്റി വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഷുവറായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സോൺ നിഫ്റ്റി വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഇത്രയാണ് 19,420, 19,520, ഇതൊക്കെ നോൺ മൈഗ്രേഷൻ POCs ആണ്. അപ്പോൾ ഈ സോണൊക്കെ എന്തായാലും നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിഫ്റ്റിയിൽ കുറച്ച് താഴോട്ട് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഒരു സപ്ലൈ സോൺ 19,790 കിടപ്പുണ്ട്. അത് അൺനോൺ ടെറിട്ടറിയാണ്, എങ്കിലും 19,790 ഒരു സപ്ലൈ വരാനുള്ള സാധ്യത ഉണ്ട്.
ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ തന്നെ 19,790 മുകളിലൊക്കെ ഓപ്പൺ ചെയ്താലും തിരിച്ച് ഒരു 19,760 മുതൽ 790 വരെ ഒരു സപ്ലൈ സോണാണ് കേട്ടോ. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇതിന് താഴെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതൊരു ഡിമാൻഡ് ഉള്ളത് ഇവിടെയാണ്. അതായത് 19,665 മാത്രമേ ഡിമാൻഡുള്ളൂ. അതിനനുസരിച്ച് ഡിമാൻഡ് ഇല്ല. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിന് മുകളിലുള്ള ലെവലിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതേപോലെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ 2 ലെവലാണ്. ഒന്ന് 19,760 മുതൽ 790 വരെ. താഴെ നമുക്കൊരു ഡിമാൻഡ് കിടക്കുന്നത് 19,665 ഈ ലെവൽ. 665 ഈ ലെവലിൽ മാർക്കറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അത് നോക്കി നിങ്ങൾ നിങ്ങളുടേതായ പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയും പെട്ടെന്ന് തന്നെ നോക്കാം. ഇത് കരുതൽ ഇത് പക്ക ന്യൂസ് ബേസ്ഡാണ്. കരുതൽ യാതൊരു കാരണം കൊണ്ടും ഇത് ഒരു വിധത്തിലും മൈഗ്രേറ്റ് ആയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ മുകളിൽ നമുക്ക് ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 620 മുതൽ 645 വരെ 645 വരെ ഒരു സപ്ലൈ സോണാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, മുകളിലോട്ട് കിടക്കുന്നത്. എന്നിട്ട് താഴോട്ട് നമുക്ക് 45,270 ഒരു ഡിമാൻഡ് സോണായിട്ട് കിടപ്പുണ്ട്. 45,270 ഒരു ഡിമാൻഡ് സോണായിട്ട് കിടപ്പുണ്ട്. 45,190 ഒരു ഡിമാൻഡ് സോണായിട്ട് കിടപ്പുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെയാണ്. അതിന് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഹീറോ ഓർ സീറോ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കി അതിനകത്ത്. സോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹീറോ ഓർ സീറോ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.